ഹലോ ഗായ്സ്, വെൽക്കം ടു ദ മിനി വ്ലോഗ് അറ്റ് മസ്കറ്റ് ഡേ 2. ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എന്നാലും റൂമിൽ ഇരുന്നിങ്ങനെ മടുത്തപ്പോൾ വൈകിട്ട് എല്ലാവരും കൂടെ പുറത്ത് പോകുമെന്ന് വിചാരിച്ചു. അതിന് ഭയങ്കര ഇഷ്ടമാണ് ഈ പുറത്തോടൊക്കെ ഇങ്ങനെ വെറുതെ കിടക്കുന്നത്. അവനിങ്ങനെ കാഴ്ചകൾ കണ്ടിരിക്കും. ചില കുട്ടികളുടെ മാതിരി അവനങ്ങനെ ഭയങ്കര വഴക്കൊന്നും ഉണ്ടാക്കലായിട്ട് സമാധാനമായിട്ട് ഇരുന്നു. ഉമ്മക്ക് വീട്ടിലേക്ക് എന്തൊക്കെയോ സാധനങ്ങൾ മേടിക്കുകയാണെന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ താഴെ ലുലു ഉണ്ടായിരുന്നു, അങ്ങോട്ട് പോയി. അവരത്യാവശ്യം സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അതിൻ്റെ മട്ടും പാവമൊക്കെ മാറി. അവൻ ഉറക്കം വരുന്നുണ്ടോ, വിശക്കുന്നുണ്ടോ, എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. പിന്നെ ജ്യൂസൊക്കെ കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ റെഡിയായി. പിന്നെ ബാക്കിയുള്ള ഷോപ്പിംഗ് കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടികൾക്കൊക്കെ വിശക്കാൻ തുടങ്ങി. അവർക്ക് എന്തൊക്കെയോ സാധനങ്ങൾ വാരിപ്പറക്കി എടുത്തു, അതൊക്കെ മേടിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ബില്ലിങ്ങിന് പോയി. അപ്പായി കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ്റെ ആ ഒരു മൂശാട്ട സ്വഭാവമൊക്കെ അങ്ങ് മാറി കേട്ടോ. ഇവന് നീനു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടം അപ്പാണെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഭയങ്കര അറ്റാച്ച്ഡാണ്. അങ്ങനെ ബില്ലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ സാധനങ്ങളൊക്കെ ഇട്ട് പുറത്തിറങ്ങി. അതുപോലെ ട്രോളിമേലിരിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം കൂടെ അവനെ അതിലിട്ട് കറക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ നടന്നപ്പോൾ ഞാൻ 2-3 സാധനങ്ങൾ എൻ്റെ കണ്ണിൽ ഇങ്ങനെ ഒട്ടക്കി. അപ്പോൾ ഞാൻ ഇതിനോട് പറഞ്ഞു, നീ ഇതൊക്കെ എനിക്ക് മേടിച്ച് തന്നത് കേട്ടോ. അവനതിന് എടുക്കാന്നുള്ളതൊരു ടാസ്ക് ആണെന്ന് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം കൂടെ അവനെ അതിലിരുത്തി കറക്കി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും മടുത്തു. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ സ്പോട്ടിൽ വന്നിരുന്നു. പിന്നെ വല്ലപ്പോഴൊക്കെ ഉള്ളു എല്ലാവരും കൂടെ വെച്ച് കാണാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടി ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇരുന്ന് ഫോട്ടോ എടുത്തു. അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ടായിരുന്നു. പോണ വഴിക്ക് നിങ്ങളെ ഒരു ചിത്രം ഞാൻ കാണിച്ചു തരാം. ഞാൻ വളരെ കുഞ്ഞായിരിക്കും തൊട്ട് കേൾക്കുന്ന ഒരു കഥയുണ്ട്, മസ്കറ്റിലെ പ്രേത വീട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മസ്കറ്റിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും. അവിടുത്തെ റിച്ച് ആയിട്ടുള്ള ഒരു ഒമാനി ഒരു ഫോറിൻ ലേഡിനെ കല്യാണം കഴിച്ചു. അവർക്കൊരു മോനുണ്ടായിരുന്നു. എന്തൊക്കെയോ പ്രശ്നങ്ങളോ കാരണങ്ങൾ കൊണ്ട് ആ കുട്ടി മരിച്ചുപോയി. കുട്ടി മരിച്ചതിന് ശേഷം പുള്ളിക്കാരിക്ക് ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരിയുടെ രാജ്യത്തേക്ക് തിരിച്ചു പോകുമായിരുന്നു. അങ്ങനെ പുള്ളിക്കാരി ഇല്ലാത്ത സമയത്തൊക്കെ രാത്രി കാലങ്ങളിൽ 2-3 മണിയാവുന്ന സമയത്തൊക്കെ അവിടെ ചില റൂമുകളിൽ ഇങ്ങനെ ലൈറ്റ് ഫ്ലാഷ് ആവും. ലൈറ്റ് കത്തും, ലൈറ്റ് ഓഫ് ആവും, ലൈറ്റ് കത്തും, ലൈറ്റ് ഓഫ് ആവും. അങ്ങനെ അന്ന് മുതൽ ചുറ്റിനുള്ളവർക്കൊക്കെ അതൊരു ഹോണ്ടഡ് ഹൗസായി. അവിടെ പിന്നെ ആരാണ്ടൊക്കെ താമസിക്കാൻ വന്നു. റെൻറ്റഡ് ആയിട്ട് കൊടുത്തിട്ട് അധിക കാലം അവിടെ ആരും നിൽക്കാണ്ട് ആ വീട് ഉപേക്ഷിച്ച് പോയി. ആ ഒമാനി എവിടെയെന്നോ, ലൈക്ക് അതിൻ്റെ ഓണർ എവിടെയെന്നോ, അല്ലെങ്കിൽ ആ ഫോറിനർ ലേഡി എവിടെയെന്നോ ഒന്നും ഒരു ഐഡിയ ഇല്ല. അതിപ്പോഴും ഒരു ഹോണ്ടഡ് പ്രോപ്പർട്ടി ആയിട്ട് ഇങ്ങനെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയുള്ളൂ. അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.